ഹലോ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലിറ്റിൽ ഹനു. അപ്പോൾ ഇന്നൊരു സൂപ്പർ ഡ്രാമയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ പെണ്ണ് സ്കൂളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇവളാണ് കഥയിലെ ഹീറോയിൻ. ഇവളുടെ പേര് ഹോമി. അയ്യോ, എന്തിനാ ഞാൻ സ്കൂളിലേക്ക് വരുന്നതെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ചിരിക്കുകയാണ്. അപ്പോൾ ബെല്ലടിക്കുന്നു, എല്ലാവരും വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അവൾ മനസ്സ് കരുതാണ്, അയ്യോ എനിക്ക് ഈ സ്കൂൾ ടൈം തീരെ ഇഷ്ടമല്ല. എന്താണെന്നറിയോ, ഇപ്പം എല്ലാവരും എന്നെക്കുറിച്ച് ഗോസിപ്പ് പറയാൻ തുടങ്ങും, നോക്കിക്കോ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പുറത്തു പോകുന്നു. നോക്കുമ്പോൾ ഹീറോയിൻ നടന്നു വരികയാണ്. അവളുടെ സൈഡിൽ നിന്ന് എല്ലാവരും അവളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കടി, ആ പെണ്ണിനെ കാണാൻ ആണിനെ പോലെയുണ്ട്, അതുകൊണ്ടാണ് അവളെ അവൻ ഇട്ടേച്ച് പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, എൻ്റെ സ്കൂളിലുള്ളവർ എന്നെക്കുറിച്ച് എത്ര നന്നായാണ് സംസാരിക്കുന്നതെന്ന്. സോ ഇപ്പം നിങ്ങൾക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന്. കറക്റ്റാണ്, എനിക്ക് ബ്രേക്കപ്പ് ആയി. ദേ ഇവനാണ് അവൻ എന്ന് പറഞ്ഞ് ഒരു ചെക്കിനെ നോക്കുന്നു. എന്നാൽ ഹീറോയിൻ ഒന്നും കേൾക്കാത്ത പോലെ അവളുടെ പണി നോക്കുകയാണ്. ബാത്റൂമിൽ വരെ ഹീറോയിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ അവൾ ബാത്റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നിന്ന് രണ്ട് പെണ്ണുങ്ങൾ സംസാരിക്കുകയാണ്. ഹേയ്, നിനക്കറിയോ, ഞങ്ങൾക്ക് ഹോമിനെ കിസ് ചെയ്തു എന്ന് വായിൽ നിന്ന് സഹിക്കാൻ പറ്റാത്ത സ്മെൽ വന്നെന്നാ കേട്ടത്. അത് മാത്രമല്ല, അവൾ ഹഗ് ചെയ്തതിന് ശേഷം അവൾ 3 ദിവസം കുളി തന്നെയായിരുന്നെന്നാ കേട്ടത്. അത്രയ്ക്ക് നാറ്റം ഉണ്ടായിരുന്നെന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണ്. ആ പറ എന്ന് പറഞ്ഞ് അവൾ അവളുടെ കാര്യം നോക്കുകയാണേ. അപ്പൊ അങ്ങോട്ടേക്ക് വേറൊരു പെണ്ണും വരുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നമ്മളെല്ലാവരും അവളെ കുറിച്ച് തെറ്റായി സംസാരിക്കുന്നു. എന്നാൽ അവൾ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അവൾ നമ്മൾ തീരെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അവൾക്ക് ശരിക്കും വട്ടാണ്. ഇത് കേട്ടതും ഹീറോയിന് ദേഷ്യം വന്നു. എന്നെ കൊണ്ട് ഇത് കേട്ട് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വാതിൽ തുറന്ന് പുറത്തു വന്ന്, എന്താടി എനിക്ക് വട്ടാണെന്ന് പറഞ്ഞ്, മറ്റുള്ളവരെന്താ ചെയ്യാന്നറിയോ എന്ന് പറഞ്ഞ് ബാത്റൂം തുറക്കണ മോപ്പ് എടുത്ത് വന്ന് എല്ലാവരും അടിക്കാൻ തുടങ്ങുന്നു. ആ, ഇതെല്ലാം ചെയ്യണമെന്നുണ്ട്, എന്നാൽ എന്താ ചെയ്യാ, എന്നെ കൊണ്ട് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് ഹീറോയിൻ ക്ലാസ് ക്ലീൻ ചെയ്യുമ്പോൾ പുറത്ത് നിന്നൊരു ചെക്കൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ഇവനും ഹീറോയിനും ഭയങ്കര ക്ലോസ് ആണ്. ഇവൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വേറൊരുത്തൻ വന്നിട്ട്, ആ അത് ഹോമിയല്ലേ? ഹേയ്, ഞാനൊരു കാര്യം കേട്ടു, ആ ഹോമിയില്ലേ എന്ന് പറഞ്ഞ് അവൻ എന്തോ പറയാൻ വരുന്നു. ഡേ വാ പൂട്ട്, കാര്യമില്ലാതെ അവളെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ നീ അടി മേടിക്കും എന്ന് പറഞ്ഞയക്കുന്നു. ആക്ച്വലി കഥയിലെ ഹീറോ ഇവനാണ്. ഇവന്റെ പേര് ഈച്ചൻ എന്നാണ്. ഇപ്പൊ അവൻ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട്, എന്താ സങ്കടപ്പെട്ടിരിക്കുന്നേ? താത്ത, ഞാൻ ക്ലീൻ ചെയ്യാം എന്ന് പറഞ്ഞ് അവൻ ക്ലീൻ ചെയ്യുന്നു. ആ, എനിക്ക് വേണ്ടി നീ ക്ലീൻ ചെയ്യാണോ? ഓക്കെ, താങ്ക് യു എന്ന് പറഞ്ഞ് ചാടി കളിക്കുന്നു. പുറത്ത് നിന്നിത് 2 ചെക്കന്മാർ വാച്ച് ചെയ്യുന്നു. അതിലൊരുത്തൻ പറയാണ്, എനിക്കെന്തോ ഈച്ചൻക്ക് ഹോമിയെ ഇഷ്ടമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അടുത്തുള്ള ചെക്കൻ, അതിനൊന്നും ചാൻസ് ഇല്ലടാ, അവൾ ആരെങ്കിലും ലവ് ചെയ്യോ? ആ യാഗ് തന്നെ എങ്ങനെയോ രക്ഷപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ യാഗ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവനക്കൊരു തട്ട് കൊടുക്കുന്നു. ഉടനെ അവൻ, എന്താടാ നിനക്ക് കണ്ണില്ലേ, എന്തിനാ എന്നെ തട്ടിയിട്ടത് എന്ന് ചോദിച്ചു. എന്ത് കണ്ണില്ലെന്നോ? നീ സോറി പറ എന്ന് പറഞ്ഞു. സോറിയോ? ഞാൻ എന്തിനു സോറി പറയണം? ആ, എന്തിനാണെന്നോ ഇപ്പൊ മനസ്സിലായോ എന്ന് പറഞ്ഞ് അവൻ ക്ലോസ് ആയി വന്ന് നിൽക്കുന്നു. നോക്കുമ്പോൾ യാഗിന് ഭയങ്കര ഹൈറ്റാണ്. ഉടനെ അവര്, ആ ശരി വാടാ പോവാം, നമുക്ക് ഇവിടുന്ന് പോവാം എന്ന് പറഞ്ഞു പോകുന്നു. ഹീറോയിൻ വീട്ടിലേക്ക് വന്നതിന് ശേഷം, അയ്യോ എന്താടാ സ്കൂൾ ഫുഡ്, എന്താടാ എന്നെ കുറിച്ച് ഇങ്ങനെ തെറ്റായി സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു. ഹീറോയിന്റെ അനിയൻ അടുത്ത് നിൽക്കുന്നു. ആ, എനിക്കറിയാം, നിനക്കും യാഗിനും ബ്രേക്കപ്പ് ആയല്ലേ എന്ന് ചോദിച്ചു. അതെ, ഈ കാര്യം നിനക്കും മനസ്സിലായോ? ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ എന്ന് പറഞ്ഞു. എന്തിനാ നീ പേടിക്കുന്നേ? എനിക്ക് ആ യാഗിനെ തീരെ ഇഷ്ടമല്ല. സോ നിങ്ങൾ ബ്രേക്കപ്പ് ആയതിൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. എന്നാ ഈ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല, ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. വേണ്ട അതൊന്നും പറയണ്ട. എന്നാ എന്താ പ്രോബ്ലം എന്നറിയോ? ഈ ബ്രേക്കപ്പ് കാരണം സ്കൂൾ ഫുള്ള് എന്നെ തെറ്റായാണ് കാണുന്നത്. ഇപ്പം ഞാൻ എന്താ ചെയ്യാന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നിന്നെക്കുറിച്ച് പറയുന്നത് തെറ്റാണെന്ന് നിനക്കറിയില്ലേ, പിന്നെന്തിനാ നീ മിണ്ടാതിരിക്കുന്നേ? നീ പോയി 8 വയസ്സുള്ള കുഞ്ഞാണോ? നിനക്ക് 18 വയസ്സായില്ലടി എന്ന് അവൻ ചോദിച്ചു. അയ്യോ, നിന്റെ സംസാരം കേട്ടാ നിനക്കാണ് 18 വയസ്സെന്ന് തോന്നുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല, നീ ഒരു ഐഡിയ പറഞ്ഞു താടാ. ആക്ച്വലി എന്നെ കുറിച്ചാണ് ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ വാപ്പൂട്ടി മിണ്ടാതിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. നീയും അങ്ങനെ എന്തെങ്കിലും ചെയ്യേ എന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോയിൻ, ഞാൻ എന്താ ചെയ്യാ, ആ ഐഡിയ എന്ന് പറഞ്ഞ് വേഗം എന്തോ എഴുതാൻ തുടങ്ങുന്നു. അപ്പോൾ ഈച്ച റൂമിലേക്ക് വരുന്നു. നോക്ക്, നിനക്ക് വേണ്ടിയ സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. സ്നാക്സോ? ആ ഇതാ അവിടെ വെക്ക് എന്ന് ഹീറോയിൻ പറഞ്ഞു. എന്ത് സ്നാക്സോന്നോ? ഇത് നീ തന്നെയാണോ സംസാരിക്കുന്നേ? 1 മിനിറ്റ് കൊണ്ട് ഇത് കാലിയാക്കുന്ന ആളാണല്ലോ. എന്താ പറ്റി, നിനക്ക് വയ്യേ? ഡോക്ടറെ അടുത്തേക്ക് പോണോ എന്ന് ചോദിച്ചു. അയ്യോ, എനിക്കൊരു കുഴപ്പമില്ല, നീ ഒന്ന് മിണ്ടാതിരിക്കോ. പിന്നെ അപവാദം എന്തിന്, എന്താ ഇംഗ്ലീഷിൽ പറയാ എന്ന് അവൾ ചോദിച്ചു.
എന്ത്? നീ എന്താ പഠിക്കുന്നേ? നീ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നേ? എന്തെങ്കിലും ലോജിക് ഉണ്ടോ എന്ന് ചോദിച്ചു. നീ പറ, അപവാദത്തിന്റെ ഇംഗ്ലീഷ് എന്താ? എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ 12th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു, അടുത്ത വർഷം കോളേജിലേക്ക്, എന്നിട്ടും അപവാദത്തിന്റെ ഇംഗ്ലീഷ് റൂമറാണെന്നുള്ളത് നിനക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. ശരി വിടടാ, നമ്മൾ സായിപ്പുമാരൊന്നും അല്ലല്ലോ, ചിലതൊക്കെ മറക്കും, വിട് എന്ന് പറഞ്ഞു. ഓ, നിന്നെ പോലെ ഒരു പൊട്ടത്തിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഹേയ് പോടാ, പോയി വിടുന്നേ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കുന്നു. എന്നിട്ട് അവളുടെ ഇൻസ്റ്റയിൽ ഒരു ലൈവ് പോകുന്നു. ഈ കാര്യം സ്കൂളിലെ എല്ലാവരും കാണുന്നു. ഹായ് ഗായ്സ്, നോക്കൂ, എന്നെ കുറിച്ച് സ്കൂളിൽ തെറ്റായാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. സോ ധൈര്യമായി ചോദിച്ചോളൂ, അതിലെല്ലാം ഞാൻ ആൻസർ പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ ചോദിച്ചു, നിനക്കും യാഗിനും ബ്രേക്കപ്പ് ആയോ എന്ന് ചോദിച്ചു. അതെ, ഞങ്ങൾ രണ്ടാളും ബ്രേക്കപ്പ് ആയി. അവൻ എന്നെ വേണ്ടാന്ന് വെച്ചു, എന്നെ പറ്റിച്ചിട്ട് അവൻ പോയി എന്ന് പറഞ്ഞു. നിങ്ങളെ യാഗ് കിസ് ചെയ്തതിന് ശേഷം യാഗ് കുളി തന്നെ ആയിരുന്നെന്ന് കേട്ടല്ലോ, ശരിയാണോ എന്നൊരാൾ ചോദിച്ചു. നോക്ക്, ഞാൻ പല്ല് തേക്കാത്ത ഒരാളല്ല, ഞാൻ എന്നും പല്ല് തേക്കാറുണ്ട്. മാത്രമല്ല ഞാൻ മൗത്ത് വാഷും മൗത്ത് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് നല്ല സ്മെല്ലാണ് വരാം, അല്ലാതെ ബാഡ് സ്മെല്ലല്ല. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നു, നിങ്ങൾ സെൻസിറ്റീവ് ആണോ? അതെ, ഞാൻ സെൻസിറ്റീവാണ്, പെട്ടെന്ന് ഇമോഷൻ ആവും. അതുകൊണ്ടാണ് യാഗിനെ പോലെയുള്ളവർ എന്നെ യൂസ് ചെയ്യുന്നത് എന്ന് ഹീറോയിൻ പറഞ്ഞു. പെട്ടെന്ന് എല്ലാവരും ഹീറോയിൻക്ക് പോസിറ്റീവായി കമന്റ് ഇടാൻ തുടങ്ങുന്നു. ഇതെല്ലാം ഹീറോയിൻ കണ്ടിട്ട്, എനിക്ക് വേണ്ടി നിങ്ങളൊന്നും സംസാരിക്കണ്ട, എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ആളുണ്ട്, എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നൊരു ഫ്ലോയിലാണ് പറയുന്നു. ഇത് കണ്ട എല്ലാവരും, എന്ത് ബോയ് ഫ്രണ്ടോ എന്ന് ചോദിച്ചു. അയ്യോ, ഞാൻ അറിയാതെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ലൈവ് ഓഫ് ചെയ്യുന്നു. എന്നാൽ ഹീറോയിൻ ഈ പറഞ്ഞ് സ്കൂൾ ഫുള്ള് പരന്നു. നെക്സ്റ്റ് ഡേ ഒരു പെണ്ണ് ഉച്ചത്തെ വിളിച്ച് പറഞ്ഞു വരികയാണേ, നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഹോമിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്നേ. അവളൊരു കണ്ണട വെച്ച് ചെക്കൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. ഇപ്പൊ അവർ രണ്ടുപേരും സംസാരിക്കുകയാണ്. ഇത്ര പെട്ടെന്ന് അവൾക്ക് വേറെ ബോയ് ഫ്രണ്ട് സെറ്റായോ എന്നൊക്കെ സംസാരിച്ചിരിക്കുമ്പോ ഹീറോയിൻ ക്ലാസ്സിലേക്ക് വരുന്നു. അവൾ എല്ലാവരും കൂടി വളയുന്നു. ഹേയ്, നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? നീ പറഞ്ഞതേ ഇല്ലല്ലോ, പറ ആരാണത് പറഞ്ഞ് എല്ലാവരും അവളെ ശല്യം ചെയ്യുന്നു. അതൊന്നുമില്ല, അവൾ കളവ് പറഞ്ഞതാണ്, അവൾക്ക് വ്യൂവേഴ്സ് കൂട്ടാൻ വേണ്ടി കളവ് പറഞ്ഞതാണ്, നമ്മളെ വിശ്വസിക്കരുത് എന്ന് ചിലർ പറയുന്നുണ്ട്. അയ്യോ, ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ എന്ന് ഹീറോയിൻ ചിന്തിച്ചിരിക്കുമ്പോ യാഗ് അങ്ങോട്ടേക്ക് വരുന്നു. നിന്റെ ബോയ് ഫ്രണ്ട് ആരാ എന്ന് അവൻ ചോദിച്ചു. ഹീറോയിൻക്ക് എന്താ മറുപടി പറയണ്ടെന്ന് പോലും അറിയുന്നില്ല. ഇപ്പൊ ഞാൻ കളവ് പറഞ്ഞതാന്ന് പറഞ്ഞാൽ എൻ്റെ ഇമേജ് പോവും. എന്നാ എനിക്ക് ബോയ് ഫ്രണ്ട് ആയിട്ട് ആരും ഇല്ലല്ലോ, ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കറക്റ്റായി ഈച്ചൻ അങ്ങോട്ടേക്ക് വരുന്നു. ഹീറോയിൻ അവനെ നോക്കുന്നു. എൻ്റെ അടുത്ത് ഇവനല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല, ഇവൻ മാത്രമേ എന്നെ എന്തുണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ചുറ്റും എല്ലാവരും പറ ആരാന്നും പറ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഈച്ചൻ, അവനാണ് എൻ്റെ ബോയ് ഫ്രണ്ട് എന്ന് ഹീറോയിൻ പറഞ്ഞു. എന്ത്, ഈച്ചനോ? കളവ് പറയാതെ. കളവൊന്നുമല്ല, ഞങ്ങൾ 11 ദിവസമായി ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഹീറോയിൻ എഴുന്നേറ്റ്, വാ നമുക്ക് അവിടെ പോയി സംസാരിക്കാം എന്ന് പറഞ്ഞ് ഈച്ചൻ്റെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു. അവർ ഒരു സ്ഥലത്തേക്ക് വന്നു നിന്ന്, അയ്യോ സോറി, വേറെ വഴിയില്ല എന്നിട്ടാ, സോറി എന്ന് പറഞ്ഞു. നീ എന്താ പറഞ്ഞത്? നമ്മ രണ്ടുപേരും ഡേറ്റ് ചെയ്യാന്നാ? എപ്പോഴാണ് നമ്മൾ രണ്ടും ഡേറ്റ് ചെയ്തേ? ഞാൻ അതാടാ പറഞ്ഞ്, അറിയാതെ പറഞ്ഞു പോയി, സോറി. പ്ലീസ് എനിക്ക് വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യടാ പ്ലീസ്. ഇപ്പം ചെയ്യണമെന്നോ? ഞാൻ ഓൾറെഡി ഒരു പെണ്ണിനെ 1 സൈഡായി ലവ് ചെയ്യുന്നുണ്ട്, പ്ലീസ് നിന്നെ 1000 പെണ്ണുങ്ങൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും എന്താടാ ഇത്ര ഓവറാക്കുന്നേ എന്ന് ഹീറോയിൻ പറഞ്ഞു. ഓഹോ, അത്രക്കായോ? ശരി, ഞാൻ എല്ലാവരോടും സത്യം പറയാൻ പോവാണ്. വേണ്ട പോവല്ലേ പ്ലീസ്, എനിക്ക് വേണ്ടി പ്ലീസ്. ഓക്കെ, നിനക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ എന്താ ചെയ്യണ്ടേ? ഒന്നുമില്ല, കുറച്ച് ദിവസം നമ്മ രണ്ടുപേരും ഡേറ്റ് ചെയ്യുന്ന പോലെ അഭിനയിക്കാമോ? എന്ത്, കുറച്ച് ദിവസമോ? അതെ, അത് പ്ലീസ്, ഇല്ലെങ്കിൽ അവരെല്ലാവരും എന്നെ ഒരു വയ്യാക്കും, നിനക്ക് അറിയാവുന്നതല്ലേ. ശരി, അങ്ങനെയാണെങ്കിൽ സ്കൂൾ കഴിയുന്നവരെ നമുക്ക് ഡേറ്റ് ചെയ്യാം. എന്ത്, അത്ര ദിവസമോ? അത്രയ്ക്കൊന്നും വേണ്ട, മാക്സിമം ഒരു മാസം അല്ലെങ്കിൽ 2 മാസം, അത്ര മതി എന്ന് പറഞ്ഞു. ശരി ഓക്കെ എന്ന് ഈച്ചൻ പറഞ്ഞു. ഓക്കെ, ഇത് നമ്മ 2 പേരല്ലാതെ മൂന്നാമതൊരാൾ അറിയരുത്, ഓക്കെ? പ്രോമിസ് ചെയ്യേ. അവനും പ്രോമിസ് ചെയ്യുന്നു. അങ്ങനെ ഈവനിങ് ആയി. ഹീറോയിൻ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ, എന്താടി നിങ്ങൾ 2 പേരും ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് രണ്ടാളും 2 വഴിക്കാണല്ലോ പോകുന്നേ എന്നൊരു സ്റ്റുഡന്റ് ചോദിക്കുന്നു. ഉടനെ ഹീറോയിൻ, അത് ഞാൻ അവന്റെ കൂടെ തന്നെയാണ് പോകുന്നത്. ഈച്ചൻ, എനിക്ക് വേണ്ടി നീ വെയിറ്റ് ചെയ്യാണോ? അയ്യോ, നീ സ്കാർഫ് ഇട്ടിട്ടില്ലേ? അച്ചോ, എന്റെ സ്കാർഫ് ഉണ്ടല്ലോ, നമുക്ക് 2 പേർക്കും കൂടെ ഈ ഒന്ന് മതി എന്ന് സ്നേഹത്തോടെ പറഞ്ഞ് അവന്റെ കഴുത്തിൽ അവളുടെ സ്കാർഫിന്റെ ഒരട്ട ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു.
ഡേ എന്താടി ഇത് എന്ന് പറഞ്ഞ് അവിടെ ഉള്ളവർ നോക്കുന്നു. അങ്ങനെ ഇവർ വീട്ടിലെത്തുന്നു. അയ്യോ കുറച്ചു നേരം കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ കഴുത്ത് ഉളുക്കിയേനെ എന്ന് പറഞ്ഞ് അവൻ്റെ ജഡ്ഡി എടുത്തിട്ട് ഡേ എന്താടാ ഇതെല്ലാം ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇടാൻ പാടുണ്ടോ? ഉടനെ അവൻ ഡേ കുറച്ചു നേരം അടങ്ങിയിരിക്കോ, അത് താഴെ വെക്ക്. ഇവിടെ നന്നായി പഠിക്കാൻ വേണ്ടി നിന്റെ അമ്മ അവിടെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യാണ്. നീയാണെങ്കിലോ വീടെല്ലാം വേസ്റ്റ് കളയുന്ന സ്ഥലം പോലെ ആക്കിയിട്ടുണ്ട്. ഈ കാര്യം നിന്റെ അമ്മയോട് പറഞ്ഞാലുണ്ടല്ലോ നിന്റെ അമ്മ ട്രാക്കർ എടുത്ത് വന്ന് നിന്റെ മേലെ കയറ്റി ഇറക്കും പറഞ്ഞിട്ട് ഹീറോയിൻ പേപ്പർ എടുത്തിട്ട് എന്തോ എഴുതാണ്. ഡേ നീ എന്താ എഴുതുന്നേ? അതോ നമ്മൾ ഫേക്കായി ഡേറ്റിംഗ് ചെയ്യല്ലേ, സോ ചില റൂൾസ് ഒക്കെ ഉണ്ട്, അത് എഴുതി വെക്കാണ്. റൂൾസോ? എന്ത് റൂൾസേ എന്ന് അവൻ ചോദിച്ചു. റൂൾസ് നമ്പർ 1, നമ്മൾ ഡേറ്റിംഗ് ചെയ്യണമെന്ന് എല്ലാവർക്കും മനസ്സിലാവണം. അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലൈവ് ചെയ്യണം. നമ്പർ 2, ലൈവ് പോകുമ്പോൾ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്പെഷ്യൽ പേര് വിളിക്കണം. എനിക്കൊരു പേര് പറ, ഹീറോയിൻ പറഞ്ഞു. പന്നി എന്നവൻ പറഞ്ഞു. എന്താടാ ശരിക്കൊരു പേര് പറ. ക്യൂട്ടി. ഓക്കെ, എന്നെ കണ്ട ക്യൂട്ടായി തോന്നുമല്ലേ? അത് മതി. നമ്പർ 3, നമ്മൾ സ്കൂൾ ടൈമിൽ എപ്പോഴും കൈ പിടിച്ചിരിക്കണം. ഒരുമിച്ച് സ്കൂൾ പോകണം. അതുപോലെ സ്കൂൾ വിട്ടാൽ ഒരുമിച്ച് വീട്ടിലേക്ക് വരണം. ഞാൻ മെസ്സേജ് അയച്ചാൽ 5 മിനിറ്റുള്ള റിപ്ലൈ തരണം. ശരി, ഇങ്ങോട്ട് താ, എനിക്കൊന്ന് എഴുതാനുണ്ട്. എന്നിട്ട് നീ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് എൻ്റെ വീട് ക്ലീൻ ചെയ്യണം എന്ന് എഴുതുന്നു. ഇതെന്തിനാ ഇതിലെഴുതുന്നേ? ഇതിനും ഞാൻ പറഞ്ഞതും തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് എൻ്റെ വീട് ക്ലീൻ ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ ഇതൊന്നും സമ്മതിക്കില്ല. വേണ്ട, നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം. അയ്യോ ഇപ്പൊ എനിക്ക് വിശക്കുന്നു എന്ന് ഹീറോയിൻ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നീ ഒരു പന്നിയാണെന്ന്, വാ കഴിക്കാൻ പോവാം എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാലും നമ്മൾ രണ്ടുപേരും ലവ് ചെയ്യാമെന്ന് പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ഒരു എവിഡൻസ് ക്രിയേറ്റ് ചെയ്യണമല്ലോ. എന്ത് എവിഡൻസ്? വാ ഷോപ്പിങ്ങിന് പോവാം എന്ന് പറഞ്ഞ് അവനെ എടുത്തിട്ട് ഓടുന്നു. എന്തിനാന്നാ, ഇവർ കപ്പിൾസ് അല്ലേ, അപ്പൊ ഒരുപോലത്തെ ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടിയാണ്. അപ്പൊ അവിടെ ഉള്ളൊരു വാച്ച് ഹീറോ കൊതിയോടെ നോക്കി നിൽക്കുകയാണ്. എന്തിനാ ഇത് ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? അതോ ഈ വാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നാൽ ഇതിൻ്റെ റേറ്റ് 6000 രൂപയാണ് അറിയോ, അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങാതെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് സങ്കടത്തോടെ നോക്കുന്നു. നെക്സ്റ്റ് ഡേ സ്കൂൾ ആക്ടിങ് ക്ലാസ് നടക്കുകയാണ്. അപ്പോൾ ടീച്ചർ ശരി ഇനി ഇത് ഒരു കപ്പിളൊന്ന് ആക്ട് ചെയ്യേ എന്ന് പറഞ്ഞു. അവിടെയുള്ള എല്ലാവരും ഈച്ചനും ഹോമിയും മതി എന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് 2 വരുന്നു. ഇതിലുള്ള ഡയലോഗ് ഫുള്ള് പറയണം, പിന്നെ ഇതിൽ കിസ് ചെയ്യാനുണ്ട്. നിങ്ങൾ കിസ്സൊന്നും ചെയ്യണം, ജസ്റ്റ് ഹഗ് ചെയ്താൽ മതി എന്ന് ടീച്ചർ പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള എല്ലാവരും സാറില്ല, അവർ കിസ് ചെയ്യുന്നു, അവർ കപ്പിൾസാണ്, അവർ ഡേറ്റ് ചെയ്യാണ്, സോ കിസ് ചെയ്യണം എന്ന് ഉറക്കെ പറയുന്നു. അപ്പോൾ അവർ അത് പിന്നെ എന്താ നിങ്ങൾ കിസ് ചെയ്യില്ലേ, അപ്പം നിങ്ങൾ കളവ് പറഞ്ഞതാണോ? കിസ് ചെയ്യേ എന്ന് ഉറക്കെ പറയുന്നു. അപ്പോൾ ടീച്ചറും ശരി കിസ് ചെയ്തോ എന്ന് പറഞ്ഞു. ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അവർ ഡയലോഗൊക്കെ പറഞ്ഞ് ആക്ട് ചെയ്യാൻ തുടങ്ങി. എൻഡിങ്ങിലാണ് കിസ് ചെയ്യാനുള്ള സീൻ വരുന്നു. ഹീറോ ആണ് കിസ് ചെയ്യേണ്ടത്, ബട്ട് അവൻക്ക് ഭയങ്കര നാണം. അവളെ നോക്കി നിൽക്കുകയാണ്. കണ്ടോ, അവൻ കിസ് ചെയ്യുന്നില്ല, അവർ രണ്ടുപേരും അഭിനയിക്കുകയാണ് എന്ന് സ്റ്റുഡൻസ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ഹീറോയിൻ ഇപ്പൊ വേറെ വഴിയില്ല, എല്ലാവരും വിശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞ് അവൾ പോയി കിസ് ചെയ്യുന്നു. ഹീറോയിന്റെ ലിപ്പ് കൈവച്ച് മറിച്ച് കവിളിലാണ് കിസ് കൊടുത്തത്. എന്നാൽ ഇത് കണ്ട എല്ലാവർക്കും ലിപ്പിൽ കൊടുത്ത പോലെയാണ് തോന്നിയത്. മതി, സമാധാനായി. അങ്ങനെയാണോ, ഇത് എൻ്റെ ടൈമാണ് എന്ന് പറഞ്ഞ് ഹീറോ അവളുടെ ലിപ്പിൽ തന്നെ കിസ് കൊടുക്കുന്നു. ഹീറോയിൻ ഷോക്കായി. അവിടെ സീൻ കട്ടാവുന്നു. ഹീറോയിനും ഇരുന്ന് ലൈവ് ചെയ്യാണ്. ഹീറോയിൻ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹീറോ അതെല്ലാം കേട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ഹീറോയിൻ ഇന്ന് ഒരുപാട് നേരം ലൈവ് ചെയ്തില്ലേ, എൻ്റെ ലിപ്പ് ഡ്രൈ ആയി പോയി, നിന്റെ കയ്യിൽ ലിപ് ബാം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഉണ്ടെന്ന് പറഞ്ഞ് അവൻ അത് എടുത്തു കൊടുക്കുന്നു. അവൾ അത് ഇടുന്നു. നിൻ്റെതും ഡ്രൈ ആയിട്ടുണ്ടല്ലോ, ഇത് ഇട്ടോ എന്ന് പറഞ്ഞ് അവൻക്ക് ഇട്ട് കൊടുക്കുന്നു. വീണ്ടും അത് ഹീറോയിൻ തന്നെ ഇടുന്നു. അപ്പൊ ഇവർക്ക് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. പെട്ടെന്ന് തന്നെ അവർ രണ്ടാളും ചിരിക്കുന്നു. ശരി ലൈവ് മതി, ഞങ്ങൾ പോവാണ്, ബൈ എന്ന് പറഞ്ഞ് ലൈവ് കട്ട് ചെയ്യുന്നു. ശരി പോ, എപ്പോഴും എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു എന്ന് ഹീറോ പറഞ്ഞു. ഈച്ചൻ ഈ ഡ്രസ്സ് പുതിയതാണല്ലേ, ഈ ഹുഡി ഞാനിട്ട് നോക്കട്ടെ. പറ്റില്ല, പറ്റില്ല, തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് വലിച്ചൊരുന്നു. എന്നിട്ട് അതിട്ട് നോക്കിയിട്ട് ഈ ഡ്രസ്സ് എനിക്ക് എന്ത് ഭംഗിയുണ്ടല്ലേ, നിനക്ക് കുറച്ചെങ്കിലും ബോധമുണ്ടോ, ഒരു സെക്കൻഡ് ഡ്രസ്സൊക്കെ ഊരിട്ടിടാൻ, ഒന്ന് മിണ്ടാതിരിക്കോ, ഇതെനിക്ക് എന്തൊരു ഭംഗിയുണ്ട്. ഇതിന്ന് എന്തോ ഒരു സ്മെല്ല് വരുന്നുണ്ടല്ലോ. വാവ് എന്ന് പറഞ്ഞ് ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് എന്തോ ഒരു സ്മെല്ല് വരുന്നുണ്ടല്ലോടാ എന്ന് പറഞ്ഞ് ഫുള്ള് സ്മെല്ല് ചെയ്യുന്നു. അവൻക്ക് ഒരുമാതിരി ആവുന്നു. നീ എന്ത് ചെയ്യുന്നേ?
ഡേയ് എന്തൊരു സ്മെല്ല് വരുന്നുണ്ടല്ലോ. ഡേയ് പൊട്ടത്തിയെ, അത് എന്റെ മേലെന്ന് വരുന്ന സ്മെല്ലാണ്. പെർഫ്യൂം അടിച്ചിട്ടുണ്ട്. നീ ഇവിടുന്ന് പോകുന്നുണ്ടോ ഇല്ലയോ? അയ്യോ വല്ലാണ്ട് ഓവർ ആവല്ലേ. ഇന്നാ നിന്റെ ഹുഡി എന്ന് പറഞ്ഞ ഹുഡി അവന്റെ മേലെ വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ബട്ട് അവൾ പോയതിനു ശേഷം അവൻ ആ ഹുഡി എടുത്തിട്ട് സ്മെല്ല് ചെയ്യുന്നു. അതിൽ ഹീറോയിന്റെ ഒരു സ്മെല്ലുണ്ട്. സോ അത് സ്മെല്ല് ചെയ്ത് ചിരിച്ചിരിക്കാണ്. ദെൻ നെക്സ്റ്റ് ഡേ ആയി. രണ്ടുപേരും ഒന്നായി സ്കൂളിലേക്ക് വരാണ്. ഹീറോയിൻ അവന്റെ കൈ പിടിച്ചിട്ടാണ് നടക്കുന്നത്. അവൻക്ക് എന്തോ പോലെ ആവുന്നു. ആകെ മൊത്തം വിയർക്കുന്നു. എന്ത് പറ്റി? നീ എന്താ ഇങ്ങനെ വിയർക്കുന്നത്? അത് പിന്നെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഓടുന്നു. അതിനുശേഷം അവൻ ക്ലാസ്സിൽ ക്ലീൻ ചെയ്യുമ്പോൾ ഹീറോയിൻ വന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴും അവൻ അവിടെ നിന്ന് ഓടുന്നു. എന്താടാ, ചെറിയ പ്രായത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെയല്ലേ നടന്നിരുന്നത്, ഇപ്പം എന്താ ഇവനക്ക് പറ്റിയത് എന്ന് ആലോചിച്ചിരിക്കുകയാണ്. ബട്ട് ഹീറോയിൻ ചിന്തിക്കുകയാണ്, അയ്യോ ഞാൻ എന്താ ഇങ്ങനെ, ആദ്യമൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പം മാത്രം എന്താ അവൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ആകെ എന്തോ പോലെ ആവുന്നു. അങ്ങനെ അവൻ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഹീറോയിനും എന്താടാ പറ്റിയത് എന്ന് പറഞ്ഞ് പിന്നാലെ പോകുന്നു. ഒന്നുമില്ല, ആദ്യം എൻ്റെ റൂം പോയി ക്ലീൻ ചെയ്യേ എന്ന് പറഞ്ഞിട്ട് അവൻ പോയി കിടക്കുന്നു. അയ്യോ എൻ്റെ വിധി എന്ന് പറഞ്ഞ് അവൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ ആരോ ഡോറ് മുട്ടുന്ന സൗണ്ട് കേൾക്കുന്നു. നോക്കുമ്പോ അത് ഹീറോയിന്റെ ബ്രദറാണ്. അയ്യോ ഇവനോ? എന്താ നിന്റെ ബ്രദർ അല്ലേ, ഉള്ളിലേക്ക് വരാൻ പറ എന്ന് ഹീറോ പറഞ്ഞു. ഇല്ലടാ വേണ്ടടാ, അത് പിന്നെ അവൻ ഒരുപാട് ക്യാഷ് കൂട്ടി വെച്ചിരുന്നു, അതെല്ലാം ഞാൻ എടുത്തു. അവൻ എന്നെ പോലീസിന് പിടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അതെന്തിനാ അവന്റെ കാശ് നീ എടുത്തത്? അത് അന്നൊരു വാച്ച് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നോ, അത് വാങ്ങാൻ കഴിഞ്ഞില്ലല്ലോ, ആ വാച്ച് മേടിക്കാൻ വേണ്ടിയാ ഞാൻ അതെടുത്തത് എന്ന് പറഞ്ഞു. എടി പാപി, നീ എനിക്ക് വാങ്ങി തന്ന വാച്ച് അവന്റെ ക്യാഷ് കൊടുത്തിട്ടാണോ? ഹേയ് ഇപ്പൊ എന്റെ ബ്രദർ എന്നെ കണ്ടാലുണ്ടല്ലോ, തൂക്കിയെടുത്ത് പോലീസിനിട്ട് കൊടുക്കടാ, നീങ്ങിയിരിക്കെ എന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് വന്ന് കിടക്കുന്നു. ഏയ് നിനക്ക് ബുദ്ധിയില്ലടി, ഒരാണിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് കിടക്കാമോ? ഏയ് മിണ്ടാതിരിക്കടാ, അവൻ കണ്ട എന്നെ കൊല്ലോടാ. അവൻ ഉള്ളിലേക്ക് വന്നിട്ട്, ഏയ് ചേട്ടാ, അമ്മ കുറച്ച് സ്വീറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് തരാൻ പറഞ്ഞു. ഓ ഓക്കെ, ആന്റിനോട് താങ്ക്സ് പറഞ്ഞെന്ന് പറയണം. ആ പിന്നെ എന്റെ ചേച്ചിയെ കണ്ടായിരുന്നോ? എന്ത്, നിന്റെ ചേച്ചിയോ? ഇല്ലല്ലോ, ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അവളെ എവിടെ വെച്ച് കണ്ട ഒരു കാര്യം പറയണം, ഞാൻ അവളെ കണ്ട അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കുമെന്ന് പറയുണ്ടോ. എന്താടാ, എന്താ പ്രശ്നം എന്ന് ഈച്ച ചോദിച്ചു. ആ അതൊരു കുടുംബ പ്രശ്നമാണ്. അല്ല നിന്റെ ബെഡ് എന്താ ഇങ്ങനെ വീർത്തിരിക്കുന്നത്, ഉള്ളിലാരെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ആരും ഇല്ലല്ലോ. ഏയ് നീ എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, എന്താ അത് എന്ന് പറഞ്ഞ് അവൻ അടുത്തേക്ക് വരുന്നു. ഡേ അതൊന്നും ഇല്ലടാ, നീ പോടാ എന്ന് പറഞ്ഞു. ആ എന്തൊരു പേടിയാ എന്നെ എന്ന് പറഞ്ഞ് അവൻ പോകുന്നു. ബട്ട് ഹീറോയിന്റെ ഷൂ പുറത്ത് കിടക്കുന്നത് അവൻ അത് നോക്കിയിട്ടാണ് പോകുന്നത്. അവനക്ക് മനസ്സിലായിട്ടും അറിയാത്ത പോലെ പോകുന്നതെന്ന് തോന്നുന്നു. എണീക്കടി എണീക്ക്, ബുദ്ധിയില്ലേ നിനക്ക്, വന്ന് എൻ്റെ അടുത്ത് കിടക്കാൻ. ഏയ് അതിനിപ്പോ എന്താ, ചെറിയ പ്രായത്തിൽ ഞാൻ നിന്റെ അടുത്ത് കിടന്നിട്ടുള്ളതല്ലേ, പുതിയതായി ചെയ്യുന്ന പോലെ നീ ഒച്ച വെക്കുന്നേ എന്ന് പറഞ്ഞു. ഡേ എന്താടാ മുഖം ചോക്കുന്നേ എന്ന് പറഞ്ഞ് കളിപ്പിച്ചൂട്ടി അവൻ അവന്റെ മേലെ കിടക്കുന്നു. എന്താടാ ടപ്പ് ടപ്പ് എന്നൊരു സൗണ്ട് കേൾക്കുന്നേ, നിന്റെ ഹാർട്ട് ഇത്ര സ്പീഡ് തുടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഏയ് അതെന്റെ ഹാർട്ടൊന്നല്ല, അത് വാച്ചിൽ നിന്ന് വരുന്ന സൗണ്ടാണ്. ഡേയ് കളവ് പറയല്ലേ, അത് നിന്റെ ഹാർട്ട് തന്നെയാണെന്ന് പറഞ്ഞ് അവൾ കൂടുതൽ അടുത്തേക്ക് വരികയാണ്. ഒന്ന് മാറി നിൽക്കോ, എൻ്റെ അടുത്തുനിന്ന് ഒരു 10 സെന്റിമീറ്റർ മാറി നിൽക്ക്. 10 സെന്റിമീറ്ററോ? ഇതൊക്കെ ആണോ? ഇല്ല, കുറച്ചും കൂടി ഒരു 20 സെന്റിമീറ്റർ മാറി നിൽക്ക്. ഡേയ് എന്താടാ, ഇങ്ങനെ നമ്മൾ ചെറിയ പ്രായത്തിൽ തൊട്ടേ ഇങ്ങനെ വളർന്നവരല്ലേ, ഇപ്പൊ മാത്രം നിനക്ക് എന്ത് പറ്റി ഇത്ര ഡിസ്റ്റൻസ് ഒക്കെ ഇടാൻ പറയുന്നത്? എന്തെന്നാ നമ്മൾ വലുതായില്ലേ എന്ന് ഉറക്കെ പറയുന്നു. അപ്പൊ അവൾ അവനെ ഒരുമാതിരി ഒരു നോട്ടം നോക്കിയിട്ട് അവിടെ നിന്നും പോകുന്നു. അയ്യോ അറിയാതെ ചീത്ത പറഞ്ഞു പോയല്ലോ, നാളെ സ്കൂൾ ട്രിപ്പ് ഉള്ളതാണല്ലോ, ഇനി അവളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അയ്യോ. ദെൻ നെക്സ്റ്റ് ഡേ ആയി. ഇവർ സ്കൂൾ ട്രിപ്പിന് റെഡിയായി വന്നതാണ്. അപ്പൊ രണ്ടാളും ലൈവ് ചെയ്ത് വരാണ്. ഹേയ് നോക്കൂ, നമ്മൾ രണ്ടുപേരും സ്കൂൾ ട്രിപ്പിന് വന്നതാണ്. അത് മാത്രല്ല എൻ്റെ ആള് പറയാണ് ഒരുപാട് ഫോട്ടോസ് എടുത്ത് തരാമെന്ന്, നമുക്ക് നോക്കാം ഇവൻ എത്ര ഫോട്ടോസ് എടുത്ത് തരുമെന്ന്. അയ്യോ ഈ പണിയും ഞാൻ ചെയ്യണോ എന്ന് പറഞ്ഞ് അവൻ ഒരുപാട് പിക്സ് എടുത്തു കൊടുക്കുന്നു. ഹീറോയിൻ വന്ന് നോക്കുമ്പോൾ ഒരൊറ്റ ഫോട്ടോസ് നന്നായി കിട്ടിയിട്ടില്ല. ഉടനെ ഹീറോയിൻ ചീത്ത പറയാണ്, എടാ പോത്തെ, ഇങ്ങനെയാണോടോ ഫോട്ടോ എടുക്കുന്നേ? ഒന്നും മിണ്ടാതിരിക്കോ, നമ്മൾ ഫേക്ക് ഡേറ്റിംഗ് അല്ലേ ചെയ്യുന്നേ, എന്തിനാ എൻ്റെ ജീവൻ എടുക്കുന്നത് എന്നവൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും തിരക്ക് കൂടി അവിടെ നിന്നും പോകുന്നു. ഇത് യാഗി കാണുന്നു. അവനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അപ്പൊ അവിടേക്ക് കണ്ണട വെച്ചൊരു ചെക്കൻ വരുന്നു. അവന്റെ അടുത്തേക്ക് പോയിട്ട് എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ എന്ന് ചോദിക്കുന്നു. എന്താ ഞാൻ ചെയ്യേണ്ടത്?
അത് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ചെവിയിൽ എന്തോ സ്വകാര്യം പറഞ്ഞു കൊടുക്കുന്നു. അവിടെ സീൻ കട്ടാവുന്നു. പിന്നെ ഹീറോയിനും അവളുടെ ഫ്രണ്ട് റൂമിൽ കിടക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം ആ ഫ്രണ്ട് പറയാണ്, എന്ത് സ്കൂൾ ട്രിപ്പാടി ഇത്, ബോറിംഗ് ആണ്. ആ എനിക്കും ബോറടിക്കുന്നുണ്ട് എന്ന് ഹീറോയിൻ പറഞ്ഞു. എന്നാ നമുക്ക് ബോയ്സ് റൂമിലേക്ക് പോയാലോ? എന്തിനെന്താ, എൻ്റെ ആളെ കാണാൻ തോന്നുന്നടി. എന്താടി കളിക്കാണോ? ടീച്ചേഴ്സ് എങ്ങാനും കണ്ടാ പിന്നെ നമ്മുടെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതൊന്നും സാരില്ലടി, വാടി, ഈച്ചരും അവിടെ തന്നെ അല്ലേ? ആ ആ ഈച്ചൻ, ആ ഓക്കെ പോവാലോ. ഇപ്പോഴാണ് ഞാൻ അവരോട് പറഞ്ഞത് മിസ് ചെയ്യുന്നുണ്ടെന്ന്. പറഞ്ഞതേ ഉള്ളൂ, വാ പോവാം എന്ന് പറഞ്ഞ് അവർ പോകുന്നു. അവിടേക്ക് പോയ ഉടനെ ആ പെണ്ണ് അവളുടെ ബോയ് ഫ്രണ്ടിനെ കണ്ട ഉടനെ ഭയങ്കര ഹാപ്പി ആവുന്നു. ബട്ട് ഹീറോയിൻ സൈലൻ്റായി ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, ഞാൻ നിന്നെ കാണാനാ വന്നത് എന്ന് പറയുന്നു. എന്തിനാ വന്നേ? ഹേയ് പോട്ടാ, എന്നെ വെൽക്കം ചെയ്യടാ. ആ ആ മുത്തേ വാ വാ എന്ന് പറഞ്ഞ് അവൻ ഹഗ് ചെയ്യുന്നു. അങ്ങനെ 3 പേരും കൂടി ഒരുമിച്ചിരിക്കുകയാണ്. അപ്പൊ യാഗു ഉള്ളിലേക്ക് വരുന്നു. വന്ന ഉടനെ ഹീറോയിൻ അവനെ നോക്കിയിട്ട്, നിന്നോടാരാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു. ഇതെന്റെ റൂമാണ്, നിന്നെ ഇപ്പൊ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചില്ലല്ലോ എന്നൊരാൾ ചോദിച്ചു. ഉടനെ ഹീറോയിൻ, വിടടാ, അവൻ വന്ന് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ആ കണ്ണട വെച്ച് ചേക്കൻ, ആ നമുക്കൊരു ഗെയിം കളിച്ചാലോ, ഇത് ഭയങ്കര ഫണ്ണായിരിക്കും എന്ന് പറഞ്ഞു. എന്ത് ഗെയിമാണ്? അത് ട്രൂത്ത് ഓർ ഡെയർ ഗെയിമാണ്. ഇവിടെ ഒരുപാട് ചീട്ടുണ്ട്. അതിൽ ഒരു ചീട്ട് ഒരാൾ എടുക്കണം. അതിൽ എന്താണ് എഴുതിയിട്ടുള്ളത് അത് അവർ ചെയ്യണം. അതാണ് ഗെയിം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഹീറോയിൻ്റെ ഫ്രണ്ട് ആ ചീട്ട് എടുക്കുന്നു. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ 10 മിനിറ്റിനുള്ളിൽ കിസ് ചെയ്യണം എന്നുള്ളതാണ്. ഉടനെ അവൾ അവളുടെ ബോയ് ഫ്രണ്ടിന് കിസ് കൊടുക്കുന്നു. അടുത്തത് ഹീറോയിൻ എടുക്കുന്നു. അതിൽ അടുത്തിരിക്കുന്നതിനോട് ഐ ലവ് യു പറയണം എന്നാണ്. അങ്ങനെ അവൾ അത് ഹീറോയോട് പറയുന്നു. ഇങ്ങനെ ഓരോ തവണ ഓരോന്ന് വരുന്നു. ഇപ്പോൾ യാഗം ഒന്നെടുക്കുന്നു. അതിലെന്തെന്നാ, നിങ്ങൾ ആരോടെങ്കിലും 3 കാര്യം ചോദിക്കുക, അതിന് അവർ കറക്റ്റായി മറുപടി പറയണം, കളവ് പറയരുത് എന്നാണ്. ഉടനെ ഇവൻ ഹീറോയെയും ഹീറോയിനെയും നോക്കിയിട്ട്, ഞാൻ നിങ്ങൾ 2 പേരോടും കൂടി 3 ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ ലാസ്റ്റായി എവിടേക്കാ ഡേറ്റിങ്ങിന് പോയത്? ഹീറോയിൻ ഷോപ്പിംഗ് എന്നും ഹീറോ ആണെങ്കിൽ മൂവി എന്നുമാണ് പറഞ്ഞത്. അത് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി, അത് കഴിഞ്ഞ് മൂവിക്ക് പോയി, അതാ അവൻ പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? അത് 40 ദിവസം എന്ന് ഹീറോയിൻ പറഞ്ഞു. ഹീറോ ആണെങ്കിലോ 33 ദിവസം എന്നോ. അപ്പോൾ അവിടെയുള്ള എല്ലാവരും, ഇവർ കളവ് പറയാണോ? ഇവർ ഡേറ്റിങ്ങിലല്ലേ? അതാണോ ഇങ്ങനെ തെറ്റായി പറയുന്നത്? യാഗ് പിന്നെയും ചോദിക്കാണ്, നിങ്ങൾ 2 പേരിൽ ആരാണ് ആദ്യം ഇഷ്ടം പറഞ്ഞത്? ഹീറോയിൻ ഈച്ചൻ എന്ന് പറഞ്ഞു. ഈച്ചനും ഞാനാണ് എന്ന് പറഞ്ഞു. അപ്പം ഹീറോയിൻ്റെ ഫ്രണ്ട്, കണ്ടോ, ഈച്ചനാണ് ആദ്യം പറഞ്ഞത്, ഇതിനിവർ കറക്റ്റായി മറുപടി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കുന്നു. ബട്ട് ഹീറോയ്ക്കും ഹീറോയിനും ഭയങ്കര സങ്കടമായി. ഹീറോയിനെ എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ആ കണ്ണട വെച്ച് ചേക്കൻ, എന്താ യാഗ്, അവർ 2 പേരിൽ ഫേക്ക് ഡേറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് 2 ആൻസർ പറഞ്ഞല്ലോ. അപ്പോൾ അടുത്തുള്ള ചെക്കൻ പറയാണ്, എന്ത്, അവരെ കണ്ട ഫേക്ക് ഡേറ്റിംഗ് ആണെന്ന് പറയോ? ഈച്ചന്റെ കണ്ണ് കണ്ടോ, അതിലറിയാം അവന്റെ പ്രണയം എന്ന് പറഞ്ഞു. വേറൊരു സ്ഥലത്ത് ഹീറോയിനും പുറത്ത് നടന്നു വരാണ്. സാരില്ല, നീ നന്നായി പറഞ്ഞു, ഞാനാണ് എല്ലാം കൊളാക്കിയത്. അവനും അടുത്തേക്ക് വന്നിട്ട് അവളുടെ ഹുഡിയൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തിട്ട്, ഞാൻ സത്യമായിട്ടാണ് പറഞ്ഞത്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. എന്ത്, എന്നെ ഇഷ്ടമാണെന്നോ? എന്നാ എന്തിന്? എന്താണെന്ന് അറിയില്ല. ചെറിയ പ്രായം തൊട്ടേ ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ്. എന്നാൽ അന്ന് എൻ്റെ കൂടെ നീ ഉണ്ടായിരുന്നു, നീ മാത്രം. അന്ന് തൊട്ടേ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ നിനക്ക് എൻ്റെ അടുത്ത് തീരെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. നീ ആഗ്രഹം ഡേറ്റ് ചെയ്തു. ഞാൻ നിന്നെ മറക്കാൻ വേണ്ടി വേറെ പെണ്ണുങ്ങളെ ലവ് ചെയ്യാൻ ട്രൈ ചെയ്തു. അവസാനം ഞാൻ നിൻ്റെ അടുത്ത് തന്നെ വന്നെത്തി. അതിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് എൻ്റെ സ്വപ്നം നീയാണ്, നീ മാത്രമാണ്. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. എന്ത് എന്ന് പറഞ്ഞ് ഹീറോയിൻ അവനെ നോക്കി നിൽക്കുകയാണ്. ദെൻ നെക്സ്റ്റ് ഡേ ഹീറോയിൻ സ്കൂളിലേക്ക് വന്നതാണ്. എന്നാൽ ഹീറോയുടെ കൂടെ അല്ല വന്നത്. അപ്പം ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, എന്താടാ എന്നെ കൂട്ടാതെ നീ ഒറ്റയ്ക്ക് വന്നത് എന്ന് ചോദിച്ചു. അത് ഞാൻ പെട്ടെന്ന് പോന്നു എന്ന് ഹീറോയിൻ പറഞ്ഞു. ഹീറോയിൻ ഹീറോയെ നോക്കുന്നു. ഹീറോ ആണെങ്കിൽ ഭയങ്കര കളർ വെച്ചിട്ടുണ്ട്. അവൻ വീട്ടിൽ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ടാണ് വന്നത്. ഹീറോയിൻ ഭയങ്കര കൺഫ്യൂഷനാണ്. എന്തെന്നാൽ ഹീറോ പ്രപ്പോസ് ചെയ്തില്ലേ, അത് എങ്ങനെ എടുക്കുന്ന അറിയാതെ കൺഫ്യൂഷൻ ആവാണേ. അപ്പം അവിടെ ആക്ടിങ് ക്ലാസ് നടക്കുകയാണ്. ഇങ്ങോട്ട് നോക്കൂ, അഭിനയിക്കുമ്പോൾ നമ്മുടെ ഫേസ് എക്സ്പ്രഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു ഗെയിം കളിക്കാം. ഇവിടെ 4 പേര് വന്ന് നിൽക്കണം. ഫസ്റ്റ് ഉള്ള ആളോട് ഞാനൊരു കാര്യം പറയും, അത് അവൻ അഭിനയിച്ച് കാണിക്കണം. അത് സെക്കൻഡിൽ നിൽക്കുന്ന ആളെ ഒബ്സർവ് ചെയ്ത് അത് അഭിനയിക്കണം. അങ്ങനെ ലാസ്റ്റ്
ഇഷ്ടമുള്ള ആള് അതെന്താണെന്ന് കറക്റ്റായി കണ്ടുപിടിക്കണം. ഇതാണ് ഗെയിം. ഇപ്പോൾ അവിടെ 4 പേര് വന്ന് നിൽക്കുന്നു. ആദ്യം നിൽക്കുന്ന ആളോട് ടീച്ചർ ലവ് എന്ന് പറഞ്ഞു. ഉടനെ അവൾ അടുത്തുള്ളവനെ നോക്കി ഒരു ഹാർട്ട് കാണിച്ച് കിസ് കൊടുക്കുന്നു. അവൻക്കത് മനസ്സിലായി. ഉടനെ അവൻ ചിരിച്ചിട്ട് ഹീറോയെ നോക്കുന്നു. ഹീറോയെ നോക്കിയിട്ട് ഒരുമാതിരി ഒരു കിസ് മാത്രം കൊടുക്കുന്നു. ഹീറോക്കാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. അയ്യോ, ഇപ്പൊ ഇവളോട് ഞാൻ എന്താ പറയാ എന്ന് പറഞ്ഞ് എന്താ അഭിനയിക്കേണ്ടതെന്ന് പോലെ അറിയാതെ അവളെ നോക്കി നിൽക്കാണേ. ഹീറോയിൻ അയ്യോ എന്താ പറ്റിയത്, ഇവന്റെ കണ്ണിലേക്ക് എനിക്ക് നോക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് താഴേക്ക് നോക്കുന്നു. അപ്പൊ അവൻ അവളുടെ കവിളിലൊന്നും തട്ടിയിട്ട് ഇപ്പൊ നീ എന്നെ നോക്കണം. എന്നാ അവളെ കൊണ്ട് കഴിയുന്നില്ല. അപ്പൊ ക്ലാസ്സിലുള്ള എല്ലാവരും എന്താടാ നിങ്ങളുടെ റൊമാൻസ് കളിക്കാനുള്ള സ്ഥലമാണോ ഇത് എന്ന് പറഞ്ഞ് ഒച്ച വെക്കുന്നു. പെട്ടെന്ന് ഹീറോയിൻ ഞാൻ കണ്ടുപിടിച്ചു, അവിടെ അത് സീരിയസ് ലുക്ക് എന്നല്ലേ. അയ്യോ പൊട്ടത്തിയെ, ഞാൻ കൊടുത്ത വേർഡ് ലവ് എന്നാണ്. ആക്ച്വലി ഈച്ചൻ അത് നന്നായി അഭിനയിച്ചു. അവനെ കണ്ണു നോക്ക്, ഇതുപോലെ നിന്നെ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ചീത്ത പറയാണ്. ഓ ലവ് എന്നാണോ എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം യാഗ് ശ്രദ്ധിക്കുന്നുണ്ട്. സ്കൂൾ കഴിഞ്ഞ് ഈവനിങ് പോകുമ്പോൾ അവൻ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് നിനക്കൊന്നും പെണ്ണിനെ കിട്ടില്ല. ഞാനിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ വിട്ടത് ഞാൻ തിരിച്ചെടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. ഉടനെ ഹീറോ നീ വീണ്ടും അവളുടെ അടുത്തേക്ക് പോവരുത്. ഞാൻ പോവും, എന്തെന്നാ അവൾ എനിക്കുള്ളതാണ്. ഹീറോക്ക് ദേഷ്യം വരുന്നു. ഹീറോയിൻ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ യാഗ് വന്ന് നിൽക്കുന്നു. എനിക്ക് നിന്നോട് സംസാരിക്കണം. വേണ്ട, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാനിപ്പോഴും നിന്നെ ഓർത്തിരിക്കുകയാണ്. എന്ത് ഓർത്തിരിക്കുകയാണെന്നോ? പോടാ എന്ന് പറഞ്ഞു. സത്യമായിട്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ ഇങ്ങനെ പറയുന്നേ? നമ്മ രണ്ടുപേരും ബ്രേക്കപ്പ് ആയതിനു ശേഷം സ്കൂളിലുള്ള എല്ലാവരും എന്നെ കുറിച്ച് എത്ര തെറ്റായാണ് സംസാരിച്ചത്. എന്നാ അപ്പോഴൊന്നും ഞാൻ നിന്നെ കണ്ടില്ലല്ലോ. ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെടുമ്പോ നീ വന്നില്ല, എന്നെ ഇപ്പൊ വന്ന് നിൽക്കുന്നു. പോ എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്നും പോകുന്നു. എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും ഫേക്ക് ഡേറ്റിംഗിലാണെന്നുള്ളത്. അപ്പൊ ഹീറോയിൻക്ക് എന്താ പറയണ്ടേന്ന് അറിയുന്നില്ല. വേറൊരു സ്ഥലത്ത് ഹീറോയിൻക്ക് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ പോയി ഭക്ഷണമൊക്കെ വാങ്ങി വരികയാണ്. ഇവിടെ ഹീറോയിൻ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. നിൽക്ക്, എനിക്ക് നന്നായി അറിയും നീ ഈച്ചനെ യൂസ് ചെയ്യാണ്. എന്ത്? ഞാനല്ല, നീയാണ് എന്നെ യൂസ് ചെയ്തത്. കറക്റ്റ് ആണ്, ഞാൻ നിന്നെ യൂസ് ചെയ്തു. ഇപ്പോൾ നീ എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈച്ചനെ യൂസ് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. നീ ഈച്ചനെ ലവ് ചെയ്യുന്നില്ല, എന്നാൽ അവൻ നിന്നെ ലവ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ നീ അവനെ യൂസ് ചെയ്യാന്നുള്ള കാര്യം അവൻ അറിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ? നീ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഒരു 10 വർഷമായി ഫ്രണ്ട്സ് അല്ലേ? ആ ഫ്രണ്ട്ഷിപ്പ് അതിനുശേഷം ഉണ്ടാകുമെന്ന് നീ കരുതുന്നുണ്ടോ? ഞാൻ അവനോട് പോയി പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്ക് ഈച്ചൻ വരുന്നു. അവൻ നേരെ യാഗിന്റെ അടുത്തേക്ക് വന്നിട്ട് നീ ഇവളുമായി എന്താ ചെയ്യുന്നേ? ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞ് കെച്ചപ്പെടുത്ത് എറിഞ്ഞ് അവന്റെ മേലെ എറിയുന്നു. ഉടനെ അവൻ അവിടെ നിന്നും പോകുന്നു. അപ്പൊ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് എന്ത് പറ്റി? അവൻ എന്താ നിന്നോട് പറഞ്ഞേ എന്ന് ചോദിച്ചു. അവൾ അവനെ നോക്കിയിട്ട് ഞാൻ ഇത്രയ്ക്ക് സെൽഫിഷാണോ, ഞാൻ ഇവനെ യൂസ് ചെയ്യാണോ എന്നൊക്കെ മനസ്സിൽ കരുതിയിട്ട് ഇല്ല, അവൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. നൈറ്റ് ഹീറോ മെസ്സേജ് അയക്കുന്നു. ബട്ട് ഹീറോയിൻ റിപ്ലൈ കൊടുക്കുന്നേ ഇല്ല. 10 മിനിറ്റുള്ള റിപ്ലൈ തരണമെന്ന് റൂൾസ് വെച്ചത് ഇവളാണ്. എന്നിട്ടിപ്പോൾ തന്നെ അവൾ അത് ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് ഡേ സ്കൂളിലേക്ക് വരുന്നു. എന്നാൽ ഹീറോയിൻ ശരിക്കും സംസാരിക്കുന്നേ ഇല്ല. ആർക്കോ മെസ്സേജ് അയച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. എന്ത് പറ്റി? ആർക്കാ നീ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത് എന്ന് ഹീറോ ചോദിച്ചു. ഒന്നുമില്ല എന്ന് ഹീറോയിൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ഹീറോ സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്, എന്നാൽ അവൾ സംസാരിക്കുന്നതേ ഇല്ല. എന്താ നീ വന്നത് മുതൽ ഫോൺ നോക്കിയിരിക്കുകയാണല്ലോ, ഇന്നാ ഇത് കഴിക്കേ. അവളുടെ കയ്യിൽ കെച്ചപ്പായിട്ടുണ്ട്. അപ്പൊ അവൻ അത് തുടക്കാൻ ട്രൈ ചെയ്തപ്പോ വേണ്ട, നീ തുടക്കണ്ട എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പം അവൾ ഫോണിലാണ്. അപ്പൊ അവൻ മെസ്സേജ് അയക്കുന്നു. എന്താ നീ ഫോൺ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നത്? നടക്കുമ്പോൾ ഫോൺ നോക്കരുത്, അത് നല്ലതല്ല എന്ന് മെസ്സേജ് അയക്കുന്നു. എന്നാൽ അവൾ ആ മെസ്സേജ് നോക്കുന്നേ ഇല്ല. ഫുൾ ടൈം ഫോണിലാണ്, എന്നാ ഞാൻ അയച്ച മെസ്സേജ് നോക്കുന്നില്ല. എന്ത് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. ഹീറോയിൻക്ക് യാഗ് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നോട് നീ സംസാരിച്ചില്ലെങ്കിൽ നീ ഈച്ചനെ യൂസ് ചെയ്യാണെന്ന് ഞാൻ അവനോട് പറയും എന്ന് പറഞ്ഞു. ഇവൻക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. പെട്ടെന്ന് ഈച്ച റൂമിലേക്ക് വരുന്നു. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചു, നീ അത് കണ്ടോ എന്ന് അവൻ ചോദിച്ചു. അത് ഞാൻ ടയേർഡായിരുന്നു, ഞാൻ കണ്ടില്ല. അപ്പൊ എന്നെ അവോയ്ഡ് ചെയ്തിട്ട് നീ ആരോടാ ഈ സംസാരിച്ചിരിക്കുന്നത്? ഇല്ല, ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല എന്ന് ഹീറോയിൻ പറഞ്ഞു. ടിങ് 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 മെസ്സേജ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവൻ വേഗം ഫോൺ വാങ്ങി നോക്കുന്നു. അപ്പൊ യാഗിന്റെ പേര് കണ്ടു. ഇന്ന് ഫുള്ള് നീ ഇവനോടാണോ സംസാരിച്ചിരുന്നത്? നിങ്ങൾ രണ്ടുപേരും വീണ്ടും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തോ എന്ന് ചോദിച്ചു. അതെ, ഞാൻ അവനോടാണ് സംസാരിച്ചത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഇനി പെട്ടെന്ന് തന്നെ നിങ്ങൾ ലവ് ചെയ്യാനും തുടങ്ങും അല്ലേ?
അതൊന്നും ഇല്ല, നീ ഒന്നും മിണ്ടാതിരിക്കോ. അമ്മ രണ്ടുപേരും ഫേക്ക് ഡേറ്റിങ്ങിലാണുള്ളത് അവനക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൻ സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് ഞാൻ സംസാരിച്ചത് എന്നവൾ പറഞ്ഞു. അപ്പോ അവൻ സംസാരിക്കണമെന്ന് പറഞ്ഞാ നീ സംസാരിക്കോ? ഓ അത്രയ്ക്കൊക്കെ ആയോ? നീ മിണ്ടാതിരിക്കോ. നീ എൻ്റെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ലല്ലോ, ഒന്ന് ഓവർ ആവണ്ട. അതെ, ഞാൻ നിന്റെ ശരിക്കുള്ള ബോയ് ഫ്രണ്ട് അല്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ യാഗു വിളിക്കുന്നു. അപ്പൊ അവൻ ഫോൺ എടുത്ത് താഴെ ഇട്ടിട്ട് അവൻ എന്തിനാ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഒരു കാര്യം പറ, ഞാൻ നിന്റെ ആരാ എന്ന് ഹീറോ ചോദിച്ചു. ഹീറോയിന് ഒന്നും മിണ്ടിയില്ല. എനിക്കറിയാം, നിന്നെ വിശ്വസിച്ച ഞാനാണ് വേസ്റ്റ്. നിന്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നീ എന്നെ യൂസ് ചെയ്തു, അത്രയല്ലേ ഉള്ളൂ എന്ന് ദേഷ്യപ്പെട്ട് അവൻ പോകുന്നു. ഉടനെ ഹീറോയിൻ, ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവൻ നിന്റെ അടുത്ത് വന്ന് തെറ്റായി എന്തെങ്കിലും പറഞ്ഞാൽ നീ എത്രത്തോളം സങ്കടപ്പെടും? നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കരയാണ്. നെക്സ്റ്റ് ഡേ ആയി. ഹീറോയിൻ ഈച്ചന്റെ അടുത്തേക്ക് പോയി സോറി പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ടീസ് ചെയ്യാണ്. ഈച്ചൻ എന്നോട് ക്ഷമിക്ക്, നമുക്കൊരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നു. എന്നിട്ട് വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ അവൻ അവിടെ കാണുന്നില്ല. ആ ഇത്ര നേരത്തെ സ്കൂളിലേക്ക് പോയോ എന്ന് പറഞ്ഞ് സ്കൂളിൽ വന്ന് നോക്കുമ്പോൾ അവിടെയും അവിടെ കാണുന്നില്ല. അപ്പൊ അവിടെ ഉള്ളവരൊക്കെ ചോദിക്കാണ്, എന്താ നീ ഒറ്റയ്ക്ക് വന്നത്, ഈച്ചനില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, അവൻ ഇന്നില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ഇരിക്കുകയാണ്. എന്ത് പറ്റി, നിങ്ങൾക്ക് രണ്ടാക്കും ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതേടി, ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞ് ഹീറോയിൻ സങ്കടത്തോടെ ഇരിക്കുകയാണ്. അന്ന് അവൾക്ക് പീരീഡ്സ് ആവുന്നു. ഭയങ്കരമായിട്ട് വയറുവേദനയുണ്ട്. യാഗ അതൊക്കെ കണ്ടിട്ട്, എന്ത് പറ്റി, നിനക്ക് വയറുവേദനയാണോ, ഞാൻ നിന്റെ വീട് വരെ വരണോ എന്ന് ചോദിച്ചു. വേണ്ട വേണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അവൾ ഹീറോയുടെ വീട്ടിലേക്കാണ് പോയത്. എന്നാൽ അവിടെ ആരും ഇല്ല. അയ്യോ, ഇവരെങ്ങോട്ടാ പോയത് എന്ന് പറഞ്ഞ് സങ്കടത്തോടെ വീട്ടിലേക്ക് പോകുന്നു. ദെൻ നെക്സ്റ്റ് ഡേ ആയി. ഹീറോയിൻക്ക് തീരെ വയ്യ. അവൾ പോയി കിടക്കുന്നു. അപ്പൊ ഫുള്ള് ഹീറോയുടെ ഓർമ്മകളാണ് വരുന്നത്. അവനിപ്പോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ എത്ര നന്നായി കെയറിങ് ചെയ്യായിരുന്നു. അങ്ങനെ ഓർത്ത് കിടക്കുമ്പോൾ അങ്ങോട്ടേക്ക് യാഗു വരുന്നു. അവൻ മരുന്നൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. അപ്പൊ ഹീറോയിൻ, എനിക്കൊന്നും വേണ്ട, ഞാൻ മരുന്ന് കഴിച്ചു. എന്നാ ഇത് നൈറ്റ് കഴിച്ചോ എന്ന് പറഞ്ഞ് അവൻ അവിടെ ഇരിക്കുന്നു. നീ ഇവിടുന്ന് പോ, എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഇങ്ങോട്ട് നോക്ക്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് യാഗു പറഞ്ഞു. അഭിനയിക്കല്ലേ, നീ എന്നെ ബ്രേക്കപ്പ് ചെയ്തതിന് ശേഷം എന്നെ എല്ലാവരും എത്ര മോശക്കാരിയായിട്ടാണ് സംസാരിച്ചത്. എന്നാ അപ്പൊ നീ വാ തുറന്നില്ല, എന്നാ ഇപ്പൊ വന്നിരിക്കുന്നു. എന്നാ ഈച്ചൻ എപ്പോഴും എന്നെ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല, അറിയോ? നീ ഇവിടുന്ന് പോ, നീ എന്ത് ചെയ്താലും അത് ഈച്ചനെ പോലെ ആവില്ല, ഇവിടുന്ന് പോ എന്ന് പറഞ്ഞു. ഇവൻ കരഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഹീറോയിൻ സങ്കടത്തോടെ ഒരു ഹോട്ടലിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ ആ ഹോട്ടലിന്റെ ഓണറും ഇവരുടെ ആക്ടിങ് ടീച്ചറും ഉണ്ട്. ഹീറോയിൻ ഷോക്കാവുന്നു. ഇവർ രണ്ടുപേരും ലവ് ചെയ്യാണോ എന്ന് വിചാരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അവളുടെ ബ്രദറിനോട് പറയാണ്, നിനക്കൊരു കാര്യം അറിയോ, ഞങ്ങളുടെ ടീച്ചറും ആ ഹോട്ടലിലെ ഓണറും ലവ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓ എന്ന് പറഞ്ഞ് അവൻ ഗെയിം കളിക്കുകയാണ്. നിനക്ക് കോമഡി ആയിട്ട് തോന്നുന്നില്ലേ? ഞാൻ പറയുന്ന കോമഡിക്ക് ഈച്ച മാത്രമേ ചിരിക്കുള്ളൂ. ഡേ ഈച്ചൻ പോത്തെ, നിന്നെ കൊണ്ടാണ് ഞാൻ തോൽക്കുന്നത് എന്ന് ആ ബ്രദർ പറയാണ്. എന്ത്, നീ ഇപ്പോ എന്താ പറഞ്ഞത്? ഈച്ചന്റെ കൂടെയാണോ നീ കളിക്കുന്നേ എന്ന് ചോദിച്ചു. അതെ, അവനെ കൊണ്ടാണ് ഞാനിപ്പോ തോറ്റത് എന്ന് അവൻ പറഞ്ഞു. ഉടനെ ഹീറോയിൻ ആ ഹെഡ്ഫോൺ വെച്ചിട്ട്, ഈച്ചൻ എവിടെയാ എന്ന് ചോദിക്കുന്നു. നോക്കുമ്പോ അവൻ ഗെയിം സെന്ററിലുണ്ട്. ഉടനെ ഹീറോയിൻ അങ്ങോട്ടേക്ക് പോകുന്നു. ഈച്ചൻ, നീ എന്താ കരുതുന്നേ? നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചോ, വീട്ടിലും ഇല്ല സ്കൂളിലും ഇല്ല. ഞാൻ പോലീസിന് കംപ്ലൈന്റ് കൊടുക്കാൻ പോവായിരുന്നു. അപ്പൊ നീ ഇവിടെ ഇരിക്കുകയാണോ? നിനക്ക് കുറച്ചെങ്കിലും മനസ്സാക്ഷി ഉണ്ടോ എന്ന് പറഞ്ഞു. ശരി ശരി വിട്, സോറി എന്ന് പറഞ്ഞു. എനിക്ക് നിന്നെയാണ് ഭയങ്കര ഇഷ്ടം, നിന്നെ ഞാൻ യൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടേ ഇല്ല, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. ശരിടാ വിട്, ഞാൻ ആ ദേഷ്യത്തിന്റെ പുറത്ത് വന്നതാണ്, അതിനാണോ നീ കരയുന്നേ? നീ എന്താ കുട്ടിയാണോ? പോടാ, നീ എന്നെ വിട്ടിട്ട് പോയില്ലേ, 2 ദിവസം ഞാൻ എത്ര പേടിച്ചു എന്നറിയോ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ ഹഗ് ചെയ്തിട്ട് ശരി ശരി പോവാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ഇത് അവിടെ ഉള്ള എല്ലാവരും കണ്ട് വീഡിയോ എടുത്ത് ക്ലാപ്പ് അടിക്കുന്നു. അപ്പൊ ഹീറോയിൻ, ഡേ നീ കുളിച്ചിട്ട് എത്ര ദിവസമായിടാ, ഭയങ്കര സ്മെല്ലടിക്കുന്നു. ശരി ശരി നിൽക്കേ, ഞാൻ കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. നിനക്കൊരു കാര്യം അറിയോ, നിന്നെ അന്വേഷിച്ച് ഞാൻ ആ ഹോട്ടലിൽ പോയിരുന്നു. അപ്പോഴാണ് ആ ഹോട്ടലിലെ ഓണറും നമ്മുടെ ടീച്ചറും ലവ് ചെയ്യുന്നത് ഞാൻ കണ്ടത്. ഓഹോ എന്ന് പറഞ്ഞ് ഹീറോ ഭയങ്കര ചിരി. പിന്നെ സോറി, അന്ന് നീ റൂമിലേക്ക് വന്നപ്പോൾ ഞാൻ യാഗിന് മെസ്സേജ് അയച്ചിട്ടില്ല, അവനാണ് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേയിരുന്നത്. അവനോടുള്ള ദേഷ്യമാണ് ഞാൻ നിൻ്റെ അടുത്ത് കാണിച്ചത്. നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഇപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമാണോ? അപ്പം അവൻ ചിരിച്ചിട്ട്, എടി പൊട്ടി, നിന്നെ ലവ് ചെയ്യുന്നൊന്നും നിർത്താനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു പോയി കിസ് ചെയ്യുന്നു. ദെൻ അവർ ഹാപ്പിയായി ഡേറ്റിംഗ് ചെയ്യാൻ തുടങ്ങുന്നു. ഒരു ദിവസം യാഗു വന്നിട്ട് ഹീറോയെ നോക്കിയിട്ട്, കുഴപ്പമില്ല, അവൾ നിന്റെ കൂടെ ഹാപ്പി ആണല്ലോ എന്ന് പറഞ്ഞു.
അതെ, എന്താന്നാ ഞാൻ അവളെ സിൻസിയറായി ലവ് ചെയ്യുന്നു, നീ അവളെ സിൻസിയറായി ലവ് ചെയ്തില്ല, അതാണ് വ്യത്യാസം എന്ന് ഹീറോ പറഞ്ഞു. അവനൊന്നും പറയാതെ പോകുന്നു. അത് കഴിഞ്ഞ് ഹീറോയിനോട് കുറച്ച് ലവ്ലി ആയിട്ടൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. എന്നാൽ ഹീറോയിൻ പഠിക്കുകയാണ്. എന്താ നീ പഠിക്കുന്നേ? പിന്നെ എൻട്രൻസ് എക്സാം വരല്ലേ, അതിൽ പാസ്സാവണ്ടേ? ഓഹോ, അതിനു വേണ്ടിയാണോ പഠിക്കുന്നേ? ഏയ്, എന്നെ ശല്യം ചെയ്താലുണ്ടല്ലോ. എന്താ ശല്യം ചെയ്താ? നീ എന്താ ചെയ്യാ എന്ന് പറഞ്ഞ് കവിളി തട്ടുന്നു. അടങ്ങിയിരിക്കോ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അയ്യോ, പഠിച്ചത് മതി, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഹീറോയിനെ കൂട്ടിയിട്ട് അവിടെ നിന്നും പോകുന്നു. ഇവിടെ ഈ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും കമന്റ് ചെയ്യണേ. ഇതൊരു അടിപൊളി ഡ്രാമ ആയിട്ട് വരുന്നവരെ